സഹായം തേടുകയാണ്. കുടുംബ വഴക്കിനെ തുടർന്ന് തലയോട്ടി തകർന്ന് ചികിത്സയിലായ താനൂർ സ്വദേശിനി മുത്തംപറമ്പിൽ രേഷ്മ. ഈ 28-കാരിയുടെ ചികിത്സയ്ക്കായി അടിയന്തരമായി 30 ലക്ഷം രൂപയിലധികം കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനായി നെട്ടോട്ടം ഓടുകയാണ് കുടുംബവും നാട്ടുകാരും. 2023 ഡിസംബർ 18-നാണ് രേഷ്മയുടെ ഭർത്താവ് പ്രദീപ് രേഷ്മയെയും അച്ഛൻ വേണുവിനെയും അമ്മ ജയയെയും ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ചത്. അമ്മ ജയ ചികിത്സയിലിരിക്കെ മരിച്ചു. വേണു പക്ഷാഘാതം വന്ന് ചികിത്സയിലാണ്. രേഷ്മയുടെ തലയോട്ടി തകർന്ന് ഗുരുതരാവസ്ഥയിലും. രേഷ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇതുവരെ ഏകദേശം 15 ലക്ഷം രൂപയായിട്ടുണ്ട്. ഇതിൽ 4.5 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടയ്ക്കാൻ സാധിച്ചത്. ഏക സഹോദരനായ രഞ്ജിത്ത് വിദേശത്തു നിന്ന് വന്ന് ഭൂമി പണയപ്പെടുത്തിയും ബന്ധുക്കളുടെയും ചില വ്യക്തികളുടെയും സഹായത്തോടെയുമാണ് പണം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. രേഷ്മയ്ക്ക് തലയോട്ടി സ്ഥാപിക്കാനുള്ള ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തണം. ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കും ഏകദേശം 20 ലക്ഷം രൂപ ചെലവ് വരും. നിലവിലുള്ള ചികിത്സാ ബാധ്യതയായ 10.5 ലക്ഷം രൂപ അടയ്ക്കാൻ സ്വകാര്യ ആശുപത്രിക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. പൊതുജനങ്ങൾ സഹായിക്കണമെന്നാണ് കുടുംബം അപേക്ഷിക്കുന്നത്. 15 ലക്ഷം രൂപയോളം ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവരുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് കാരണം മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ചെലവ് വരികയും അതിൽ 4.5 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടയ്ക്കാൻ കഴിഞ്ഞത്. ബാക്കി വരുന്ന 10.5 ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടി ആശുപത്രി അധികൃതർ വളരെയധികം വരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റു സർജറി, ഇതിൻ്റെ കൃത്രിമ തലയോട്ടിയും മറ്റു കാര്യങ്ങളും വെച്ച് സർജറി ചെയ്യണമെങ്കിൽ ആ സർജറിക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 20 ലക്ഷം രൂപയോളം ചെലവ് വീണ്ടും വരും. സഹോദരനായ രഞ്ജിത്ത്, ബന്ധുവായ ദേവരാജൻ എന്നിവർക്കൊപ്പം താനാളൂർ സെഞ്ചുറി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരുണയുള്ള മനസ്സുകൾ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണിവർ. ന്യൂസ് 18 മലപ്പുറം. ന്യൂസ് റൂം ലൈവ് തുടരും. ഇടവേളയ്ക്ക് ശേഷം.